ബാലൻ സിനിമ കണ്ടു. ബാലൻ ദി ബോയ്, അങ്ങനെയാണ് പടത്തിൻ്റെ പേര്. ചിദംബരമാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ചിദംബരത്തെ എല്ലാവർക്കും അറിയാം. മഞ്ഞുമൽ ബോയ്സ്, ജാനേമൻ എഴുതിയത്. ഈ പടം എഴുതിയതാണെങ്കിൽ നമ്മുടെ ആവേശം പോലെയുള്ള പടം നമുക്ക് സമ്മാനിച്ച ജിത്തു മാധവനുമാണ്. അപ്പോൾ ഒരു റൈറ്റർ ഡയറക്ടർ രീതി നോക്കിയിട്ടാണ്, റൈറ്ററിനെയും ഡയറക്ടറെയും നോക്കിയിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി പോയത്. പിന്നെ അതിൻ്റെ ട്രെയിലർ എന്നെ ഒരു കാണാൻ വേണ്ടി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ കൂടിയായിരുന്നു നമുക്കത് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ടൊവിനോ തോമസ് ഒരു വലിയ ക്യാരക്ടറായിട്ട് ടൊവിനോ തോമസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ടൊവിനോ തോമസിൻ്റെ ഒരു പടം എന്നുള്ള രീതിയിലല്ല നമ്മൾ കാണാൻ പോകുന്നത്. ഈ പടം കാണാൻ പോകുന്നത് ചിദംബരത്തിൻ്റെ പടം എന്ന രീതിയിലാണ് ഈ പടം കാണാൻ വേണ്ടി പോകുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കഥയിലോട്ട് ഞാൻ അധികം പോകുന്നില്ല. ഇപ്പോഴും നല്ല രീതിയിൽ പടം ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ്. അതിലെ കാസ്റ്റ് ഗണപതിയെ സമ്മതിച്ചു കൊടുക്കണം. ബെസ്റ്റ് കാസ്റ്റാണ് ഗണപതി ഇതിൽ ചെയ്തിരിക്കുന്നത്. ഫർസാന എന്ന് പറഞ്ഞ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ മറ്റേ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇവർ ഒരു നല്ല കാലിബറുള്ള ആക്ട്രസ്സാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള അഭിനയം ട്രെയിലറിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബോയ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള 2 പേരുണ്ട്. ഒരു ചെറിയ ചെറുപ്പം കാണിക്കുന്നുമുണ്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടെ മുതിർന്ന ഒരു 10-15 വയസ്സ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ 2 പേരും ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ജീൻ പോൾ. ലാൽ ജൂനിയർ എന്ന പേര് മാറ്റി ജീൻ പോൾ എന്ന് തന്നെയാണ് ഇതിലറിയപ്പെടുന്നത്. ഒരു പുള്ളിക്കാരനിനി പിടിച്ച നല്ല രീതിയിൽ നല്ല ക്യാരക്ടേഴ്സ് പുള്ളിയുടെ കൈകളിലോട്ട് എത്തുമെന്ന് തന്നെയാണ് ഈ പടത്തിൻ്റെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സംവിധായകനായ ഗിരീഷ് ഏടി, പ്രേമലു എല്ലാം ഡയറക്റ്റ് ചെയ്ത് ഗിരീഷ് ഏടിയും ഇതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ടൊവിനോ തോമസ് തന്നെയാണ്. ടൊവിനോ അല്ലാത്ത രീതിയിൽ ഒരു നല്ല ഒരു ക്യാരക്ടർ തന്നെയാണ്. എന്താണ് പറയേണ്ടത്, ഇപ്പോൾ കഥ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സിനിമ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ സിനിമ കണ്ടിട്ട് ആ സിനിമയിലുള്ള പല സംഭവങ്ങളും നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ഹോണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ആ സിനിമ എന്തായിരിക്കും അതങ്ങനെ എന്നുള്ള ചിന്തിക്കുന്ന സമയത്ത് തന്നെ പടം വിജയിച്ചു. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കുറേ സംഭവങ്ങളുണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ ഡ്രാമയായിട്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണ്. സൈക്കോളജിക്കൽ ഡ്രാമ ത്രില്ലർ, അങ്ങനെ വേണം ഈ പടത്തിനെ പറയാൻ വേണ്ടി. അത്രയും നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ കൂടിയുണ്ട് ഇതിൽ, ഒരു അമ്മാമ്മ. അമ്മാമ്മ ഗംഭീര ആക്ട്രസ്സാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അമ്മാമ്മേൻ്റെ ക്യാരക്ടർ. അതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ ബീന ആൻ്റണി. ഇതിൽ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ബീന ആൻ്റണീൻ്റെ ക്യാരക്ടറെല്ലാം ഫസ്റ്റ് കാണിക്കുന്നതാണ്. അതായത് ഫുൾ എഴുതി കാണിക്കുന്നതിന് മുമ്പേ തന്നെ ബീന ആൻ്റണീൻ്റെ ക്യാരക്ടറൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ പോയ തിയേറ്ററിൽ ഈ കുറേ കഴിഞ്ഞിട്ട്, അതായത് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് കയറിയവർക്ക് ഈ ബീന ആൻ്റണീൻ്റെ ക്യാരക്ടർ പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഇവരെ നേരത്തെ കാണിച്ചതായിട്ട് ഇവർക്ക് കാണാൻ സാധിക്കില്ല. അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത്. ഒരു സിനിമയ്ക്ക് പോകുമ്പം അത്യാവശ്യം കറക്റ്റ് ടൈമിലെങ്കിലും എത്തിയിട്ട് സിനിമ കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നല്ലതായേനെ. ചിലപ്പോൾ അവർ ഇത് കാണാതെ ചിലപ്പോൾ അവർ റിവ്യൂ ഒക്കെ പറയുന്നവർ, വേറെ ഒരാൾ ചോദിക്കുമ്പോൾ അവരോട് പറയുന്നവരുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളത് ഇതിനകത്ത്. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഹോണ്ട് ചെയ്യുക എന്ന് പറയുന്ന സംഭവം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ, ഹോണ്ടിങ് ഇങ്ങനെയൊക്കെ നടക്കുമോ? അല്ല, കഥയിലോട്ട് ഞാൻ അധികം പോകുന്നില്ല. ഇനി OTT ഒക്കെ വരുമ്പോൾ വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ ചർച്ച ചെയ്യാവുന്നതാണ്. എന്തായാലും ഗംഭീര സിനിമയാണ്. അതിന് 1-2 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാം. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുരക്ഷിതത്വം, അല്ലെങ്കിൽ അധികം ബന്ധങ്ങൾ
വേണ്ട എന്ന്, അതായത് അവരുടെ മുൻകാലങ്ങളിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടൊക്കെ അധികം ബന്ധങ്ങളിൽ പെടാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ, അവരുടെ അവർക്കുണ്ടാകുന്ന ഒരു മകനെയും കൂട്ടി അവർ അധികം ബന്ധങ്ങളിലൊന്നും പെടാതെ തെന്നിമാറി അവരുടേതായ ഒരു ജീവിതം അവർ തന്നെ സ്വന്തം കണ്ടുപിടിച്ചിട്ട് പോകുന്ന ഒരു കഥയാണ്. നമ്മൾ ഇതിൽ മെയിനായിട്ട് ഇത് തോന്നിക്കുന്നത് ആ കുട്ടിയുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ എൻഡിലും ആ രീതിയിലാണ് കൊണ്ടു നിർത്തുന്നത്. ആ ഒരു സംഭവം ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഗംഭീര മേക്കിംഗ് ആണ്, മ്യൂസിക് എല്ലാം നല്ലതാണ്, സിനിമാറ്റോഗ്രാഫി പറയേണ്ട കാര്യമില്ല. സിനിമാറ്റോഗ്രാഫി ചെയ്ത് ഷൈജു ഖാലിദാണെന്ന് തോന്നുന്നു, ഒരു മിനിറ്റ്, അതെ, സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഷൈജു ഖാലിദാണ്. അതുപോലെ തന്നെ മ്യൂസിക് ആരായിരുന്നു, മ്യൂസിക് സുഷിൻ ശ്യാമും സിനിമാറ്റോഗ്രാഫി ഷൈജു ഖാലിദ്. എല്ലാം ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുന്നവരെല്ലാവരും. പുതുമുഖങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഒരു ഫസ്റ്റായിട്ട് അഭിനയിക്കുന്നതായിട്ടൊന്നും തോന്നുന്ന രീതിയിൽ തന്നെ, നല്ല രീതിയിൽ തന്നെ പടം അതിൽ നമുക്ക് കൺവിൻസ് ചെയ്ത് ഇരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്.